മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പറയാം. റമളാൻ 17 രാത്രിയാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. മഹദിക്ക് വഫാത്താവുമ്പോൾ 67 വയസ്സായിരുന്നു. വലിയ മഹത്വമുള്ളവരാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അന്നഹ മിൻ അഫ്ളലിൻ നിസാ, സ്ത്രീകളിൽ മഹത്വമുള്ളവരിലൊരാളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. മാത്രമല്ല, കാനത്ത് അഹബ്ബൻ നാസി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരിൽ ഒരാളായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, നബിയെ, അങ്ങക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷത്തു, ആയിഷ ബീവിയെയാണ് എന്ന്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വലിയ മഹത്വമുള്ളവരാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിൻ്റെ രോഗമായപ്പോൾ താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടാണ്. അവിടെ വെച്ചാണ് വഫാത്തായിട്ടുള്ളതും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തതും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് എന്നുള്ളതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തിൻ്റെ കാര്യത്തിലും വലിയ ശ്രദ്ധയുള്ളവരായിരുന്നു. തസ്ബീഹ് നിസ്കാരം മഹദി നിസ്കരിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, ളുഹാ നിസ്കാരം നിസ്കരിക്കുമായിരുന്നു. അത് ദീർഘനേരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിസ്കരിക്കാറുണ്ടായിരുന്നു. അതുപോലെ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടായിരുന്നു, അതൊഴിവാക്കാറില്ല. ഇങ്ങനെ തുടങ്ങി. അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്ന കാര്യത്തിലും സുന്നത്ത് നോമ്പ് നോൽക്കുന്ന കാര്യത്തിലും ഒക്കെ വലിയ ശ്രദ്ധയുള്ളവരായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നോമ്പ് നോൽക്കൽ ഹറാമായ ദിവസങ്ങൾ ഒഴികെ എല്ലാ ദിവസങ്ങളിലും മഹദി നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ശക്തമായ ചൂടാണെങ്കിൽ പോലും മഹദി നോമ്പിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കാണിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, വലിയ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവരായിരുന്നു. അഥവാ അന്യപുരുഷന്മാർ കാണുന്നതിനെ തൊട്ട് വലിയ ശ്രദ്ധ ഉള്ളവരായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ ബന്ധപ്പെട്ടവരെ അതുപോലെ ഒക്കെ തന്നെ ഇസ്ലാമികപരമായി വളർത്തുന്ന കാര്യത്തിലും വലിയ ശ്രദ്ധ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഷ്ണം വെച്ച വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു. അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ആദരവ് കാണിച്ചിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വലിയ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. അഥവാ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു. അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുകയുണ്ടായി, യാ ലൈതനി കുന്തു വറഖത്തം മിൻ ഹാദിഹി ഷജറ, ഞാൻ ഈ മരത്തിൻ്റെ ഇലയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. അതുപോലെ മറ്റൊരു സമയത്ത് പറഞ്ഞു, യാ ലൈതനി കുന്തു ഹജറ, ഞാനൊരു കല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. അഥവാ മനുഷ്യൻ ആവുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യമുണ്ടാവും. പരലോകത്ത് ഞാൻ എന്ത് മറുപടി പറയും എന്ന ചിന്ത ഉള്ളവരായിരുന്നു. എന്നാൽ കല്ലോ അതുപോലെ ഇലയോ ഒക്കെ ആണെങ്കിൽ നാളെ പരലോകത്ത് ചോദ്യമില്ലല്ലോ. അതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുമായിരുന്നു. അഥവാ ഒരിക്കൽ ഒരു മോതിരം ധരിച്ചത് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു മോതിരം ധരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ആയിഷ, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് വേണ്ടി ഭംഗിയായതാണ് ഞാൻ എന്ന്. അപ്പോൾ ഭർത്താവിന് വേണ്ടി ഭംഗിയാവുകയാണ്. അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വളരെ സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു പാത്രത്തിൽ വെള്ളം കുടിച്ചു. ശേഷം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എവിടെയാണോ വായ വെച്ചത് അവിടെ തന്നെ വെച്ചുകൊണ്ട് കുടിച്ചു എന്നാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും വലിയ സന്തോഷത്തോടുകൂടെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ മാതൃക കാണിക്കാൻ പറ്റിയ മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ ജീവിതകാലത്ത് വലിയ വിശപ്പ് സഹിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഠിനമായ വിശപ്പ് സഹിച്ചതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.